എൻട്രി ടി വിയിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമസ്കാരം, എൻട്രി ടി വിയിലേക്ക് സ്വാഗതം. 2019 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനൊക്കെ വളരെ നല്ലൊരു സമയമാണ്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഒരു എക്സാം ആസ്പിറൻ്റ് എന്നുള്ള രീതിയിൽ എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പത്രം വായന ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും പത്രം വായന അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് എല്ലാ എക്സാംസിനും, വരാൻ പോകുന്ന എല്ലാ എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നല്ല എക്സാംസ് ഒക്കെ വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഈ കഴിഞ്ഞൊരു വീക്കിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഇപ്പോൾ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്മമറേറ്റീവ് കോയിൻ വർത്ത് dash in honor of former Prime Minister Atal Bihari Vajpayee was launched on 24th December 2018. അടൽ ബിഹാരി വാജ്പേയിനെ കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കമ്മമറേറ്റ് ചെയ്തുകൊണ്ട് ഒരു കോയിൻ നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. അത് 100 രൂപയുടെ കോയിനാണ് ഇപ്പോൾ ഗവൺമെൻറ് അത്തരത്തിൽ ഇറക്കിയിരിക്കുന്നത്. അതൊരു കമ്മമറേറ്റീവ് കോയിൻ മാത്രമാണ്, നോർമൽ ട്രാൻസാക്ഷൻ അവൈലബിൾ ആയിരിക്കില്ല, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് കോയിൻസ് മാത്രമാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോയിൻ 100 റുപ്പീസിൻ്റെ കോയിനാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയിനെ കമ്മമറേറ്റ് ചെയ്തുകൊണ്ട് ഇറക്കിയിട്ടുള്ള എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടീം എൻഡഡ് ദ ഇയർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫിഫ റാങ്കിങ് ഫോർ ഡിസംബർ? ഓപ്ഷൻ എ ക്രൊയേഷ്യ, ഓപ്ഷൻ ബി ബെൽജിയം, ഓപ്ഷൻ സി ഫ്രാൻസ്, ഓപ്ഷൻ ഡി ബ്രസീൽ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബെൽജിയമാണ് ഫിഫ റാങ്കിങ്ങിൽ ടോപ്പ് ടീമായിട്ട് ഡിസംബർ റാങ്കിങ്ങിൽ വന്നിട്ടുള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ദ നാഷണൽ Green Tribunal recently banned all mining activities within 10 km radius of Sariska Tiger Reserve. Where is Sariska Tiger Reserve located? ഇത്തരത്തിൽ ടൈഗർ റിസർവുകൾ, നാഷണൽ പാർക്കുകളൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സരിസ്ക ടൈഗർ റിസർവ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ റിക്കറൻ്റ് ആയിട്ട് എപ്പോഴും ന്യൂസിൽ വരുന്നതാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ, ഈ ടൈഗർ റിസർവിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന അനിമൽ ഏതാണെന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ സരിസ്ക ടൈഗർ റിസർവ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രാജസ്ഥാനിലാണ്. അതിൽ എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയും. നമ്മൾ ചില പ്രൊട്ടക്റ്റഡ് സോൺസിൻ്റെയൊക്കെ ചുറ്റുമുള്ള എക്കോ സെൻസിറ്റീവ് സോൺസായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യും. അവിടെയുള്ള മൈനിങ് ആക്ടിവിറ്റീസ് ഒക്കെ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ സരിസ്ക ടൈഗർ റിസർവ് ടൈഗർ അനിമലിനെ, പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊജക്റ്റ് ഉണ്ട് ഇന്ത്യ ഗവൺമെൻറ്. ആ പ്രൊജക്ട് ടൈഗറിൻ്റെ അണ്ടറിൽ ടൈഗേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു റിസർവ് കൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Niti Aayog released a baseline index of Indian state performance on various UN Sustainable Development Goals on 21st December 2018. Which state topped the list? നമുക്ക് മുമ്പ് UN-ൻ്റെ തന്നെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറഞ്ഞിട്ട് ഗോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അച്ചീവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നെക്സ്റ്റ് UN-ൻ്റെ ഡെവലപ്മെൻറ്റ് പ്ലാൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് ഏകദേശം 17 ഗോളുകളാണ്. ഡിഫറെൻറ്റ് ഏരിയാസിൽ, ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ, പ്രോവർട്ടി എലിവേഷൻ, എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഓരോ സ്റ്റേറ്റിനെയും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് ഒരു ബേസ് ലൈൻ ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അത് ബേസിക്കലി ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക. തമിഴ്നാടും തെലുങ്കാനയുമാണ് സെക്കൻഡ്, തേർഡ് പൊസിഷനിൽ റെസ്പെക്റ്റീവായിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following film has been named the most anticipated film of 2019 by the global film and TV website IMDb? IMDbയുടെ റാങ്കിങ് അനുസരിച്ച് ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ഫിലിം 2019 ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ഫിലിം എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് ക്യാപ്റ്റൻ മാർവൽ എന്ന് പറയുന്ന മൂവിയാണ് ഈ ഒരു റെക്കഗ്നിഷൻ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which is the 25th High Court of the country? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് തെലുങ്കാന ഹൈക്കോർട്ടാണ്. ഇന്ത്യയിൽ 25ാമത്തെ ഹൈക്കോർട്ടായിട്ട് ഇപ്പോൾ രൂപീകൃതമായിട്ടുള്ള തെലുങ്കാനയ്ക്ക് ഒരു സെപ്പറേറ്റ് ഹൈക്കോർട്ട് January 1 മുതൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 25ാമത്തെ ഹൈക്കോർട്ടാണ് ഇന്ത്യയിലെ. അപ്പോൾ ഈ ഒരു പേര് 25ാമത്തെ ഹൈക്കോർട്ട് തെലുങ്കാനയിലാണ് നടത്തിയിരിക്കുക. ജസ്റ്റിസ് TBN രാധാകൃഷ്ണനാണ് അവിടുത്തെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് സ്ഥാനമേൽക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who became the first ever Indian wicket keeper to take 20 catches in a test series? ഒരു ടെസ്റ്റ് സീരീസിൽ 20 catches എടുക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിക്കറ്റ് കീപ്പർ ആരാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ എന്ന് ഋഷഭ് പന്താണ് ഈ ഇത്തരത്തിലൊരു അച്ചീവ്മെൻറ്റ് നേടിയിരിക്കുന്നത്. അപ്പോൾ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The agreement on prohibition of attacks against nuclear installation and facilities between India and Pakistan is signed on.
അത് ദ എഗ്രിമെൻ്റ് ഓൺ പ്രൊഹിബിഷൻ ഓഫ് അറ്റാക്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റാണ്. അത് സൈൻ ചെയ്തിരിക്കുന്നത് 31 ഡിസംബർ 1988 അതൊരു കറണ്ട് അഫെയർ ചോദ്യമായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ന്യൂ ഇയറിലും, എല്ലാ ജാനുവരി 1 സ്റ്റാർട്ട് ഓഫ് ഇയർ രണ്ട് ഗവൺമെൻറ്സും അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷൻസിൻ്റെ ഡീറ്റെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. അത് അവിടത്തേക്കുള്ള അറ്റാക്സ് പ്രൊഹിബിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവാതിരിക്കുക എന്നുള്ള എയിമിലാണ് ഇത്തരത്തിലൊരു മൂവ് നടന്നത്. അപ്പോൾ ഈ വർഷം ന്യൂ ഇയറിലും ഇത്തരത്തിൽ ഒരു ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് ഡീറ്റെയിൽസിൻ്റെ. അപ്പോൾ ആ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത് 31 ഡിസംബർ 1988 അത് എനാക്ട് ചെയ്ത് ഫോഴ്സിൽ വന്നിരിക്കുന്നത് 27 ജനുവരി 1991 അത് ഫോഴ്സിൽ വന്നിരിക്കുന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഹാസ് ബീൻ നോമിനേറ്റഡ് ആസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഓഫ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി? AK സിക്രിയാണ് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ഇപ്പോൾ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ 1987 വന്നിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ലീഗൽ എയ്ഡ്, എക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഫ്രീ ലീഗൽ എയ്ഡുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് ഇപ്പോൾ നോമിനേറ്റഡ് ആയിരിക്കുന്നത് ജസ്റ്റിസ് AK സിക്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് കൺട്രി ഹാസ് ഇഷ്യൂഡ് പാണ്ട ബോണ്ട്സ് ടു റൈസ് ക്യാപിറ്റൽ ഫ്രം ചൈന? ബോണ്ട് എന്ന് പറയുന്ന ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇക്വിറ്റി ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ പല കൺട്രികളും ബോണ്ട് ഇഷ്യൂ ചെയ്യാറുണ്ട്, വേറെ ഡിനോമിനേഷനിൽ ഓവർസീസ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. ഇന്ത്യ അതുപോലെ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു ബോണ്ടാണ് മസാല ബോണ്ട് എന്നൊക്കെ പറഞ്ഞ മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ പാകിസ്ഥാൻ ചൈനയിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബോണ്ടാണ് പാണ്ട ബോണ്ട്സ് പറയും. പാണ്ട ബോണ്ട്സ് ഡിനോമിനേറ്റ് ചെയ്തിരിക്കുന്നത് റെൻമിൻബി, ചൈനീസ് കറൻസിയായ റെൻമിൻബിയിൽ ഡിനോമിനേഷനിലുള്ള ബോണ്ടുകളാണ് പാണ്ട ബോണ്ട്സ് എന്ന് പറയുന്നത്. ചൈനയുമായിട്ടുള്ള ട്രേഡ് ഒന്നുകൂടെ സ്ട്രോങ് ആക്കുക, അവിടെ നിന്ന് ക്യാപിറ്റൽ റൈസ് കൂട്ടുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വീക്കിൽ നടന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. മോർ ക്വസ്റ്റൻസ് എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് ഇൻസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.